പറഞ്ഞാൽ വിശ്വസിക്കുമോ? ദേ നമ്മുടെ ചെർപ്പുളശ്ശേരിയും പട്ടാമ്പിയും അങ്ങ് ജപ്പാനിലുമുണ്ട്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ജപ്പാനിലുമുണ്ട് നമ്മുടെ വരിക്കാശ്ശേരി മന പോലെയൊന്ന്. ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മൾ കേരളത്തിലാണോ എന്ന് ചിന്തിപ്പിക്കുന്ന വിധത്തിൽ നിറയെ കൗതുകം നിറച്ച മന. ജാസിം മൗല കിരിയത്ത് എന്ന യൂട്യൂബറുടെ വ്ലോഗിലൂടെയാണ് ഈ അത്ഭുതം പുറം ലോകം അറിയുന്നത്. ജപ്പാനിലെ നഗോയയിലുള്ള ലിറ്റിൽ വേൾഡ് മ്യൂസിയത്തിലാണ് ഏതൊരു മലയാളിയെയും അത്ഭുതപ്പെടുത്തുന്ന ഈ സൃഷ്ടി. ലോകത്തിലെ 22ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള നിർമ്മിതികളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ളത് കേരളത്തിലെ തറവാട് വീട് മാത്രമാണ്. പട്ടാമ്പി പാലക്കാട് എന്ന മഞ്ഞശിലയിൽ കൊത്തിവെച്ച ബോർഡിന് പിന്നിലായാണ് വെട്ടുകല്ലിൽ അത്ഭുതം തീർത്ത നമ്മുടെ തറവാട്. പഴമയും പ്രൗഢിയും ഒന്നുചേർന്ന ഒരു നായർ തറവാടിനു വേണ്ട എല്ലാ ചേരുവകളും കൂടിച്ചേർന്ന വീടിന്റെ നിർമ്മാണം വെട്ടുകല്ലിലാണ്. പഴയ ശൈലിയെ അവിസ്മരിപ്പിക്കുന്ന ചെറിയ വരാന്തയും തിണ്ണയും ആരുടെയും മനസ്സിൽ ഗൃഹാതുരത്വം ഉണർത്തും. ആദ്യ കാഴ്ചയിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മനോഹരമായ തുളസിത്തറ, വീതി കുറഞ്ഞ നീണ്ട ഇടനാഴി, നാലുകെട്ട, പഴയകാല മൂത്രപ്പുര, പൂമുഖത്ത് ചാരുകസേര, നാലുകെട്ട്, അങ്ങനെ കേരളീയ വാസ്തുകലയെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇതിന്റെ നിർമ്മാണം. ആധുനികതയുടെ തള്ളിക്കയറ്റത്തിൽ മലയാളി മറന്നുപോയ അമ്മിക്കല്ലും ആട്ടുകല്ലും ഉരലുമൊക്കെ ജപ്പാനിലെ ഈ കേരള അടുക്കളയിൽ ഭദ്രമാണ്. തീൻമേശയിൽ കേരളത്തിലെ കുഴിപ്പിഞ്ഞാണവും കോലിൻ ഗ്ലാസും, അടുക്കളയിൽ പുകയെടുപ്പ്, ചിരുവങ്ങൾ, കയ്യിലുകൾ, വീടിന് പുറത്തിറങ്ങിയാൽ കാണുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന അനുഭൂതിയും മറ്റൊന്നല്ല. പഴയ തറവാട് വീടുകളിൽ കണ്ടുവന്നിരുന്ന പടവുകൾ ഇറങ്ങിച്ചെല്ലുന്ന കുളം, കുളപ്പുര, കിണർ, എങ്ങോ കേട്ടുമറന്ന യക്ഷിക്കഥകളെ ഓർമ്മിപ്പിക്കും വിധം ഒരു പാലമരവും. അത്ഭുതങ്ങൾ കണ്ട് മനസ്സ് നിറഞ്ഞിറങ്ങുന്നവരെ വീണ്ടും അത്ഭുതപ്പെടുത്താൻ കേരള സ്റ്റൈൽ ചായക്കടയുമുണ്ട്. തൊട്ടടുത്ത് ഒരു ചെറുപ്പുളശ്ശേരി എന്നെഴുതിയ ഒരു തപാൽ പെട്ടിയും. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളിലൂടെ സുന്ദര യാത്ര നടത്തിയ ഫീൽ കിട്ടാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എല്ലാം കണ്ടിറങ്ങുമ്പോൾ മനസ്സിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരും, ഇത് കേരളത്തിൽ അല്ല എന്ന്.